പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ 8 നോമ്പിൻ്റെ 2ാം ദിനത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. നമ്മൾ ജപമാലയൊക്കെ ചൊല്ലി ഞാൻ ഓർക്കുന്നുണ്ട് പ്രിയ സഹോദരങ്ങളെ, സിരിയോനിലും അതുപോലെ കുട്ടികളുടെ മിനിസ്ട്രികൾക്കൊക്കെ പോകുമ്പോൾ അതിൽ ശരിക്കും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന കുട്ടികളുടെ മുഖത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ ഒരു ഭയങ്കരമായൊരു തേജസ് ഈ കുട്ടികളിൽ. അപ്പോൾ അത് ശരിക്കും ഈ കുഞ്ഞുങ്ങളെ പരിശീലിപ്പിക്കുന്നതാണ്. വീട്ടിൽ അപ്പൻ അമ്മ മാമയോട് ചേർന്ന് എന്നിട്ടാണ് പരിശീലിപ്പിക്കുന്ന, അങ്ങനെ ശരിക്കും അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളിലെ കുട്ടികളുടെ മുഖത്ത് തന്നെ ഒരു തേജസ് കാണാൻ പറ്റും. പ്രൈസ് ദ ലോർഡ്. നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ കുഞ്ഞുനാൾ തുടങ്ങി ജപമാലയുടെ സമയത്ത് സ്നേഹത്തോടെ നിർബന്ധിച്ച് നമ്മുടെ കൂടെ ഇരുത്തിയും മുട്ടുകുത്തിയൊക്കെ പരിശീലിപ്പിക്കുന്നത് എത്രയോ നന്നായിരിക്കും. വാഴ്ത്തപ്പെട്ട പിയൂസ് 9 മാർപ്പാപ്പ പറയുന്നൊരു കാര്യം നമുക്ക് വിചിന്തനം ചെയ്യാം. ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഒരു സൈന്യത്തെ എനിക്ക് തരും, ഞാൻ ഈ ലോകം കീഴടക്കാം. നമുക്കറിയാം, പിയൂസ് 9 കാലഘട്ടത്തിൽ ഒരുപാട് പ്രതികൂലങ്ങളിലൂടെ കടന്നു പോവുകയാണ്. പക്ഷേ ആ പ്രതികൂലങ്ങളുടെ ഒക്കെ നടുവിൽ നിന്നുകൊണ്ട് മാർപ്പാപ്പ പറയുന്നത്, നിങ്ങൾ എനിക്ക് വേറൊരു സൈന്യത്തിൽ തരണ്ട, ജപമാല നേരെ ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഒരു സൈന്യത്തെ എനിക്ക് തരിക, ഈ ലോകത്തെ ഞാൻ കീഴടക്കാം. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ പൂർവികർക്ക് ഈ ഒരു ബോധ്യം ഉള്ളതുകൊണ്ടാണ് നമ്മുടെ കുടുംബ പ്രാർത്ഥനയിൽ അവിഭാജ്യ ഘടകമാണ് ജപമാല. കാരണം ജപമാലയിൽ നമുക്ക് അറിയാമല്ലേ, രഹസ്യങ്ങളെ കുറിച്ചാണല്ലോ ധ്യാനിക്കുന്നത്. ഓരോ രഹസ്യങ്ങളും, മിസ്റ്ററീസ് എന്നതിനെക്കുറിച്ച്, അതിൽ എല്ലാ ക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച്, ഇനി അത് പ്രകാശ രഹസ്യങ്ങളാണെങ്കിൽ മാമോദീസായെ കുറിച്ചിട്ട് നമ്മൾ ധ്യാനിക്കുന്നു, ക്രിസ്തുവിൻ്റെ മഹത്വമാണെങ്കിൽ ഉയർപ്പിനെ കുറിച്ച് ധ്യാനിക്കുന്നു. അപ്പോൾ ശരിക്കും നമ്മുടെ ഈ ജപമാലകളെല്ലാം, ജപമാല മാതാവിനോടുള്ള പ്രയറാണെന്ന് തോന്നിയാലും അങ്ങനെയല്ല സഭ പഠിപ്പിക്കുന്നത്. ദാറ്റ്സ് ക്രിസ്റ്റലോജിക്കൽ പ്രയർ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അമ്മയോട് ചേർന്ന് കുറേ കൂടി ഉണർവോടെ, നമ്മളെല്ലാവരും തന്നെ കുടുംബ പ്രാർത്ഥനയിൽ ജപമാലയ്ക്ക് ചെല്ലുന്നവരാണ്, അങ്ങനെയല്ല, കുറേ കൂടി ഉണർവോടെ ചൊല്ലി പ്രാർത്ഥിക്കുന്നൊരു രീതി ഉണ്ടാകട്ടെ. മാത്രമല്ല, ഈ ഒരു 8 നോമ്പിൽ ഒരു സമ്പൂർണ്ണ ജപമാല നിർബന്ധമായിട്ടും ചൊല്ലാനായിട്ട്, ഇപ്പോൾ ഓൾറെഡി 2ാമത്തെ ദിവസമായി, അതുകൊണ്ട് ഇന്ന് തുടങ്ങി ഒരു സമ്പൂർണ്ണ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഈശോ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.